ഹലോ ഹായ് സുഹൃത്തുക്കളെ, അപ്പം ഇന്ന് നമ്മളെത്തിയിട്ടുള്ളത് മൗണ്ടൻ 360 എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ്. എല്ലാവരും ഇവിടെ എത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ നേരത്തെ എത്തി. കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ജാതിൻ്റെ മരം ഉണ്ട് കേട്ടോ. ജാതി മരം, ഒരു ജാതി മരം, അതെ, ഒരു ജാതി മരം. ആ, അതാണ്. പയ്യന്മാരിവിടെ വന്ന് ഊഞ്ഞാലാട്ടം തുടങ്ങിട്ടോ. ഫുള്ള് എൻജോയ് ചെയ്യവര്. ഓണല്ലേടാ, ക്രിസ്മസ് ആടാനി വരാള്. ഇതവിടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി സൂപ്പർ സ്റ്റാർ പൂളാണ്. ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ പേര് വരുന്നത് കേട്ടോ, മൗണ്ടൻ 360. ഇവിടെ നല്ല വിശാലമായ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. അടിപൊളി ഊഞ്ഞാലുകൾ, അസല് അടിപൊളി. ഒരു ക്രിസ്മസ് തീം അവരുടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ അവർ നല്ലൊരു ക്രിസ്മസ് ട്രീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചെടികളും നല്ല മനോഹരമായ സ്ഥലങ്ങൾ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇത് കാണുന്നുണ്ടോയെന്നറിയില്ല. ബാക്കി ഭയങ്കര ഉയരത്തിലൊരു എന്താ, ഭയങ്കര ഹൈറ്റാണ് ഇത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളോ ഹൈറ്റിലാണ്, പക്ഷേങ്കിൽ ആ കാണുന്ന സ്ഥലം ഇതിലാറ് ഹൈറ്റാട്ടോ. നല്ല രസം അവിടെയൊക്കെ. എന്താണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാറുള്ളത്, ഞാൻ ഡെന്നീത് മേക്കറിന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്യുക. ഇതാ നമുക്കിവിടെ കയറുന്നോടെ തന്നെ നല്ലൊരു ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ടും ഉണ്ട്. അത് ഞാൻ ഇവിടുത്തെ റൂമുകളൊക്കെ ഒന്ന് കാണിച്ചിട്ട് വരാം കേട്ടോ. ഇവിടെ കയറുമ്പോൾ തന്നെ നല്ലൊരു ഹോളാണ് വരുന്നത്. ഹോളിൽ നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഹാളിൻ്റെ ഒരു വശത്ത് കേട്ടോ. ഇവിടെ നല്ലൊരു സിറ്റി ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഹാള് വരുന്നത്. ഹാളിൽ നിന്ന് അങ്ങോട്ട് 2 റൂമുണ്ട്. ആദ്യം ഫസ്റ്റത്തെ റൂമിൽ പോയി നോക്കാം നമുക്ക്. എന്താ നല്ല വ്യൂ ഉള്ള റൂമാണ്. ഇവിടുന്ന് കറക്റ്റായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു മൗണ്ടൻ 360 എന്ന് പറഞ്ഞിട്ടുള്ള ആ പേരും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കാണുന്നുണ്ട്. ഇത് നല്ല അടിപൊളി തന്നെയാണ്. ഇവിടെ ഒരു സെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ വൈറ്റ് തീമായതിനെ കൊണ്ട് തന്നെ നമുക്ക് വേറിട്ട് കാണാൻ പറ്റൂല കേട്ടോ. നല്ലൊരു ബാത്റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വിശാലമായ ബാത്റൂം. സെൽഫ് തന്നെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന സെൽഫാണ്. നമുക്ക് അടുത്ത റൂമിലേക്ക് പോയി നോക്കാം. അവിടെ നമ്മൾ കൊച്ചിനെ കടത്തിയിട്ടുണ്ട് കേട്ടോ. അന്നേരം കാണിച്ചു തരാം. അതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. കംഫർട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സെൽഫും ടോയ്ലറ്റും സെയിം, വ്യത്യാസങ്ങളൊന്നുമില്ല. അതുപോലെ പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വ്യൂ ആണ്. നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു ബാൽക്കണി അല്ല, നല്ലൊരു സ്ഥലമാണ്. ഫുള്ള് ജാതി മരം കേട്ടോ, ജാതിക്കാമരം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ചെറിയൊരു ഹാളിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട്. അവിടെ നമ്മൾ പോയി നോക്കാം. ഇവിടെ നമുക്ക് ഇരുന്ന് സംസാരിക്കാനൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു വ്യൂ ആണ്. ഇവിടുന്ന് അവിടെ നോക്കിയാൽ നല്ല ഒരു മലമുകളിലാണ് കേട്ടോ. ഈ പറയുള്ളത്, നിങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു വൈബാണ് ഇവിടെ വന്നാൽ. നമ്മൾ ലൈഫിൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന്
പോവുകയാണെങ്കിൽ നമുക്ക് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളി സ്ഥലങ്ങളാട്ടോ. നമുക്ക് മുകളിലോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. അവിടുത്തെ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളും നോക്കാം നമുക്ക്. പക്ഷെ ഇവിടുത്തെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, നമ്മുടെ തെങ്ങ് മരല്ലേ, തെങ്ങ് വെച്ചിട്ടുണ്ടാക്കിയ പോലെ കേട്ടോ. ഇവിടുത്തെ വരുമ്പോൾ തന്നെ ഒരു ഹാളാണ്. ഇവിടെ ഈ കളിക്കണ സംവിധാനമൊക്കെ ഉണ്ട്. ഇതിനിപ്പോൾ എന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. അതെല്ലാം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഹാളിൽ നല്ലൊരു TV ഉണ്ട്, ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു സിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് നമുക്ക് കോഫിയൊക്കെ കുടിച്ചിട്ട് അവിടുത്തെ കളിയും കാര്യങ്ങളൊക്കെ കാണാമൊക്കെ ചെയ്യാം. പിന്നെ എന്താ ഇവിടെ ഒരു റൂം താഴത്തെ പോലെ തന്നെ കേട്ടോ, വ്യത്യാസങ്ങളൊന്നുമില്ല. അതേപോലത്തെ റൂമും ടോയ്ലറ്റൊക്കെ സെയിം തന്നെയാണ്. ഒരു ബട്ടൺ കണ്ടതുകൊണ്ട് ഞാനത് കാണിക്കണില്ല. സെയിം റൂമൊക്കെ അങ്ങനെ തന്നെ. മറ്റേ റൂമും ഇത് വേറൊരു റൂമാണ്. ഇവിടെ അത് സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. കംഫർട്ടൊക്കെ വിളിച്ച് നല്ലൊരു സൂപ്പറാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ രാത്രി ആയിരിക്കും ഒന്നും കൂടെ ഭംഗി ഉണ്ടാവാൻ എനിക്ക് തോന്നുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കേട്ടോ. ഇതൊന്നും കൂടെ ഹൈറ്റിലാണ്. താഴത്ത് നോക്കുന്ന ആ ഒരു വ്യൂ തന്നെയാണ്. ദേശത്ത് ഒന്നും കൂടെ ഹൈറ്റിലെത്തിയെന്ന് മാത്രം. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി നമുക്ക് താഴെ എന്താ പോയി നോക്കാം കേട്ടോ. നമുക്കിതിലങ്ങനെ പോയിട്ട് ഇവിടെ ഒരു വഴി കാണിക്കുന്നുണ്ട്. ഇവിടെ എന്താ സംഭവം നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇവിടെ താഴെ വരുന്നത് നമുക്ക് കിച്ചൺ ഏരിയ ആണ് കേട്ടോ. ഇപ്പം നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ്. കിച്ചണിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനുള്ള സംവിധാനം കാണുന്നില്ല കേട്ടോ. ഉണ്ട് കേട്ടോ, ഗ്യാസൊക്കെ ഉണ്ട്. നമുക്ക് കിച്ചണിലെ ഫുഡൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കാം. എല്ലാ സൗകര്യം കേട്ടോ, എല്ലാ പാത്രങ്ങളും ഉണ്ട്. നല്ല വിശാലമായ കത്തി, കോരി അങ്ങനെയുള്ള നമുക്കൊരു കിച്ചണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്. പിന്നെ അതാ ഫ്രിഡ്ജ്, നല്ല അടിപൊളി സംഗതികളൊക്കെ ഉണ്ട്. ഇവിടെ കിച്ചണടി നല്ല കിച്ചണുണ്ട്. 2 റൂം താഴത്തെ അതേപോലത്തെ 2 റൂം. ഇവിടെ റിൻസ് ചേച്ചി ഉണ്ടായിരുന്നു, പോയി ഇറങ്ങി. ഇവിടെ നിന്ന് ഇറങ്ങി ചേച്ചി ഇവിടെ പുറത്തുണ്ട്. അത് ഇതിൻ്റെ ബാക്ക് വശങ്ങളാട്ടോ, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള. പക്ഷെ നമുക്കിനി വാഷ് ചെയ്യണമെങ്കിലൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇവിടുത്തെ ആ ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ. നൈറ്റ് വ്യൂ ഭംഗി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെടുത്ത് കാണിക്കാം കേട്ടോ. ഞാനിവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുഴപ്പമില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല വ്യൂ ആണെങ്കിൽ ഞാനതെടുത്ത് കാണിക്കാം കേട്ടോ. നിങ്ങൾക്കും ഇതുപോലെ ഫ്രണ്ട്സുകളും ഫാമിലിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുക, ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് അവരെ ഓഫീസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിൽ നമുക്കിവിടെ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ അതൊക്കെ അവർ തരും. അപ്പോൾ നമ്പർ ഇവിടെ കൊടുക്കുക. നല്ല അടിപൊളി വൈബുള്ള സ്ഥലം തന്നെയാണ്. ഒരു രക്ഷയില്ല. ഞാൻ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏരിയ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളി, അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോയിക്കോളി.